കുറച്ച് നാൾ മുമ്പ് വരെ ഈ സ്വീറ്റ് പൊട്ടറ്റോ മുളപ്പിക്കൽ ഒരു ട്രെൻഡായിരുന്നു. ആ സമയത്താണ് ഞങ്ങളും ഇത് ചെയ്തത് കേട്ടോ. അന്ന് പക്ഷേ വീഡിയോസൊന്നും ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വെറുതെ എടുത്തു വെച്ചതാണ് വീഡിയോസൊക്കെ. അങ്ങനെ ഞങ്ങൾ സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ വാങ്ങി അത് സെറ്റാക്കി വെച്ചു. മുകളിലത്തെ റൂം ആരും ഉപയോഗിക്കാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെയാണ് കൊണ്ടുപോയി വെച്ചത്. പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയി വെക്കാറുണ്ട് കേട്ടോ. അപ്പോഴൊന്നും വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല അത് റെഡിയാവുമെന്ന്. പിന്നെ ഒരു 3-4 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് പോയി നോക്കുമ്പോഴാണ് ഇങ്ങനെ വേരൊക്കെ വന്ന് കണ്ടത്. അപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നി. പിന്നെ ഒരു 1-2 ആഴ്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ് ടൈപ്പ് ഈ കാണുന്നത്. വളർച്ച എന്ന് പറയുന്നത് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനൊക്കെ അപ്പുറമായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ വളരാൻ തുടങ്ങി. ഞങ്ങൾ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു വാട്ടർ ബോട്ടിലിലായിരുന്നു. അത് കാരണം അതിൻ്റെ ഉള്ളിൽ സ്പേസ് ഉണ്ടായിരുന്നില്ല. വേര് മൊത്തം അതിൻ്റെ ഉള്ളിൽ തിങ്ങി നിറയാൻ തുടങ്ങി. രണ്ടാമത് വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു കുപ്പിയുടെ ഉള്ളിലായിരുന്നു. അത് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് വെക്കുക ചെയ്ത കാരണം ഫുള്ള് അതിൻ്റെ ഉള്ളിലേക്ക് വളരാൻ തുടങ്ങി. അതിലൊട്ടും സ്പേസ് ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കത്രിക വെച്ച് കട്ട് ചെയ്ത് കൊടുത്തു ആ കുപ്പി. അങ്ങനെ അത് നന്നായിട്ട് വളരാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് വേറെയും കുറേ ഐഡിയകളൊക്കെ ഉണ്ടായി. പിന്നെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അതങ്ങനെ തിങ്ങി വളരുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെ അക്വേറിയത്തിൽ കൊണ്ടുപോയി വെക്കാമെന്ന്. അങ്ങനെ അക്വേറിയത്തിൽ കൊണ്ടുപോയി വെച്ച് അത് നന്നായി വളർന്നിരുന്നു. നല്ല താഴേക്ക് നല്ല വേരൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അക്വേറിയത്തിലെ വെള്ളം മാറ്റാൻ വേണ്ടിയിട്ട് അത് മുകളിലേക്ക് പൊന്തിച്ച് വെക്കുന്ന സമയത്ത് അതിൻ്റെ വേരിൻ്റെ ഉള്ളിൽ ഗപ്പി കുഞ്ഞുങ്ങൾ കുടുങ്ങിയിട്ട് ഇങ്ങനെ ചത്തു പോകാറുണ്ട്. അങ്ങനെ ഞാൻ വിചാരിച്ചു അതിനെ മണ്ണിൽ കൊണ്ടുപോയി വെക്കാമെന്ന്. അങ്ങനെ കവറിൽ മണ്ണ് നിറച്ചിട്ടാണ് വെച്ചത്. കാരണം നിറയെ പന്നികളാണ്. മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ അതെന്തായാലും ഉണ്ടാവില്ല എന്ന് ഉറപ്പായിരുന്നു. അപ്പോൾ മുറ്റത്ത് കവറിൽ മണ്ണിലാക്കിയിട്ട് വെച്ചു. വെച്ച് നന്നായിട്ട് കുഴപ്പമില്ലാണ്ട് വളരുകയൊക്കെ ചെയ്തു. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പന്നി വന്നു. എല്ലാവരും പറഞ്ഞത് പന്നിയാണെന്നൊക്കെയാണ്. പിന്നെ ഞാനതെടുത്ത് ടെറസിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്തത്. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അത് പന്നിയല്ല, മയിലാണ് അതിൻ്റെ ഇലകളൊക്കെ തിന്നണമെന്ന്. ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെച്ച സമയത്ത് മയിലിന് അത് കുറച്ചും കൂടി സൗകര്യമാവുകയാണ് ചെയ്തത്. പിന്നെയും തളിർത്ത് വരുന്ന ഇലകൾ മൊത്തം മയിൽ വന്നിട്ട് തിന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. പിന്നെ മയിലിനെ തുരത്താനുള്ള വഴികൾ കുറേ നോക്കി. അങ്ങനെ സീഡിയും ഒക്കെ കെട്ടി വെച്ചിട്ട് ലാസ്റ്റ് പിന്നെ മയിൽ വരാണ്ടായി. ഇപ്പോഴുള്ള അവസ്ഥ ഇതാണ്. ഇനി അതിൻ്റെ ഉള്ളിൽ കിഴങ്ങ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ എന്നുള്ളതൊന്നും അറിയില്ല.